കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയത്തുകാരാണ് പതിയെ അവിടെ വോട്ട് ചേർത്തത്. കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വോട്ട് ശാസ്താമംഗലത്താണ്. കാലാകാലങ്ങളായിട്ട് ഇവർ വോട്ട് ചെയ്യുന്ന ശാസ്താമംഗലം ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ്. ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. അപ്പം ആ അഡ്രസ്സ് തന്നെ സ്ഥിര അഡ്രസ്സല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കേന്ദ്ര സർക്കാർ തന്നെ ഈ ഇലക്ഷൻ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2023 ഇലക്ഷൻ കമ്മീഷനൊരു ഭേദഗതി വരുത്തിയവർ. അതുവരെ 6 മാസം താമസമുള്ള സ്ഥലത്ത് മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം. അതിലാണ് വാടക ചീട്ടുണ്ടെങ്കിൽ വോട്ട് ചേർക്കാം എന്നുള്ളൊരു ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി കൊണ്ടുവന്നതോടെ വോട്ട് ചേർക്കൽ പ്രക്രിയ എളുപ്പമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി എതിരാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് അട്ടിമറിക്കാൻ തക്കവണ്ണം ഒരു നിയമം നടത്തിയതാണ് 2023. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന 2023 വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ 6 മാസത്തെ താമസം വേണമായിരുന്നു. ഇപ്പം അത് വേണ്ട. അപ്പോൾ അത് തന്നെ ഒരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഫലമാണ് ഇത്രയും സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള അട്ടിമറി ഉണ്ടായത്. അത് അല്ല, തൃശ്ശൂരത്തെ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ പൂങ്കുന്നം ശങ്കരംകുളങ്ങര ഭാഗങ്ങളിലുള്ള ഫ്ലാറ്റുകളിൽ വോട്ടുകൾ ചേർത്തതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മിറ്റി റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിട്ടേണിംഗ് ഓഫീസറായ കലക്ടർ അക്കാര്യത്തിൽ മൗനം പാലിച്ചു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ തൃശ്ശൂർ ഞങ്ങൾ നേരത്തെ തന്നെ പരാതി കൊടുത്തു. ഈ ഏരിയയിൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വോട്ട് ചേർത്തെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അത് ഞങ്ങൾ അന്നേ പരാതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പരാതി നിലവിലുണ്ട്. അല്ല, പിന്നീട് അദ്ദേഹം ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അതൊരു ഡീലിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിനെ കാണാനില്ല, ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത്. കാരണം ഇപ്പോൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല. നമ്മൾ കണ്ട പാർലമെൻറ്റിൻ്റെ ചിത്രങ്ങൾ വിഷ്വൽ സീനിലൊന്നും അയാളെ കാണാനില്ല. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഫേസ്ബുക്കിൽ കണ്ടു. കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റൂ. അദ്ദേഹം പാർലമെൻറ്റിലും ഇല്ല, തൃശ്ശൂരും ഇല്ല. പിന്നെ എവിടെ പോയി നോക്കും? അല്ല, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം. കെ മുരളീധരൻ മാധ്യമങ്ങൾ കാണുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.